ഹായ് ഹലോ. അപ്പോൾ ഇന്നത്തെ ഒരു ക്ലീനിങ് വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ കുറേ നാളിട്ട് വീട് പണി കഴിഞ്ഞതിന് ശേഷം ഞാൻ സത്യം പറഞ്ഞാൽ ഗ്യാസിൻ്റെ അവിടെയുള്ള ജനലൊന്നും വൃത്തിയാക്കൽ വളരെ കുറവായിരുന്നു കേട്ടോ. കാരണം നല്ല മടിയുണ്ട്, കാരണം അതിൻ്റെ മുകളിൽ കയറിയിട്ട് വേണം അത് വൃത്തിയാക്കണമെങ്കിൽ. പിന്നെ എനിക്കാണെങ്കിൽ പേടിയാണ്, ടൈലായതുകൊണ്ട് തലയും കുത്തി വീണ് കഴിഞ്ഞാൽ പിന്നെ എൻ്റെ കാര്യത്തിൽ തീരുമാനമാവുള്ളൂ. അപ്പം ഞാൻ ഇന്നിപ്പോൾ എന്ത് വിചാരിച്ചു, അവിടെയൊക്കെ ഒന്ന് വൃത്തിയാക്കി. ഇനി ഓണമൊക്കെ അല്ല വരുന്നത്, അപ്പം നേരത്തെ കൂട്ടി ആ ഭാഗമൊക്കെ ഒന്ന് വൃത്തിയാക്കിയിട്ടാൽ അല്ലെങ്കിൽ പിന്നെ ഇനിയിപ്പോൾ അത് തുടയ്ക്കാനും മടിക്കാനും നിൽക്കണം. അപ്പം ഞാൻ എന്ത് ചെയ്തു, അതൊന്ന് ആദ്യം ചൂല് വെച്ച് കുടഞ്ഞ് വൃത്തിയാക്കി. പിന്നെ ഗ്യാസ് അടുപ്പ് ഒന്ന് നല്ലോണം കഴുകണം കേട്ടോ. അപ്പം അതിനൊക്കെ വേണ്ടിയിട്ട് അതൊക്കെ ഒന്ന് കുടഞ്ഞ് വൃത്തിയാക്കി. പിന്നെ എന്തോ എടുക്കാനായിട്ട് പോയി, വേറെ ഒന്നുമല്ല എടുക്കാൻ പോയത്. കാരണം ഇനി അവിടെ നിന്നിട്ട്, അതായത് അടിച്ചോരി നിന്നിട്ട് ശരിയാവില്ല, അതിൻ്റെ മുകളിൽ കയറിയാൽ മാത്രമേ കാര്യം നടക്കുമെന്ന് എനിക്ക് തോന്നിയിട്ടോ. അപ്പം ഞാൻ നേരെ പൊത്തി പിടിച്ച് അതിൻ്റെ മുകളിൽ നിന്ന് കയറിയൊക്കെ കഴിഞ്ഞ് പിന്നെ നേരെ ഗ്യാസ് അടുപ്പൊക്കെ ഒന്ന് തുടച്ച് ആ ചെമരും എല്ലാം അവിടെ ഒന്ന് ഇത്തിരി സോപ്പും വെള്ളമൊക്കെ കൂട്ടിയിട്ടാണ് കേട്ടോ ഞാൻ തുടച്ച് വൃത്തിയാക്കി എടുക്കണം. അമ്മ അതിൻ്റെ ഇടയ്ക്ക് സോപ്പും കൂട്ടി അവിടെയൊക്കെ തുടച്ച് വൃത്തിയാക്കിയിട്ടുണ്ട്. അടുക്കളപ്പണിയൊക്കെ കഴിഞ്ഞതിന് ശേഷമാണ് കേട്ടോ ഞാനിത് ചെയ്യും. മോളെയൊക്കെ പറഞ്ഞു വിട്ട് ആ വക പരിപാടിയൊക്കെ കഴിഞ്ഞിട്ടാണ് ഞാനിത് ചെയ്തുകൊണ്ടിരിക്കുന്നത്. കാരണം ഗ്യാസ് അടുപ്പ് അത് ഏകദേശം ഇന്നും അതെ മിക്ക ദിവസവും ഒന്നല്ലെങ്കിൽ പരിപ്പ് കുത്തിക്കാച്ചിട്ട് കുക്കറിൽ നിന്ന് തിളച്ച് പോവും, അതല്ലെങ്കിൽ ഇന്നും ഓരോന്ന് എന്നും തിളച്ച് കൂട്ടും. പിന്നെ പാല് തിളച്ച് പോകും. ഒട്ടുമിക്ക വീട്ടിലും സംഭവിക്കുന്ന കാര്യമാണെന്ന് എനിക്കറിയാം. എല്ലാം അവിടുത്തെ ഈ തിളച്ച് പൊന്തിൽ കൂടുതലാണ്. അപ്പോൾ പിന്നെ ഞാൻ എല്ലാവിടെയൊക്കെ ഒന്ന് തുടച്ച് വൃത്തിയാക്കിയിട്ട് ചായ കുടിക്കണം. പിന്നെ അതുപോലെ പുതിയ ചൂലൊക്കെ മേടിച്ചിട്ടുണ്ട്. അപ്പോൾ എനിക്ക് വേണം അതിൻ്റെ ഉദ്ഘാടനം കഴിക്കാനായിട്ട്. ആ ചൂല് പൊട്ടിക്കലൊരു ഉദ്ഘാടനം എനിക്കുണ്ട് കേട്ടോ. അപ്പോൾ ഞാനതൊക്കെ ചെയ്യും. പിന്നെ ഏകദേശം എല്ലാവിടെയൊക്കെ തുടച്ച് വൃത്തിയാക്കി കഴിഞ്ഞു. അമ്മയും സഹായിക്കുന്നുണ്ടായിരുന്നു കേട്ടോ അതൊക്കെ ചെയ്യാനായിട്ട്. അമ്മ അപ്പോൾ വീണ്ടും ചകിരി ഇട്ടൊക്കെ ഒന്ന് ഉരച്ച് വൃത്തിയാക്കുക. ഞാൻ പറഞ്ഞല്ലോ, ഗ്യാസ് അടുപ്പ് എന്നും അതിൽ തിളച്ച് പോയിട്ട് ഭയങ്കര പ്രശ്നമാണ് കേട്ടോ. പിന്നെ അതുപോലെ ഞാൻ എപ്പോഴും പറയുന്ന പോലെ അതായത് മണ്ടത്തരങ്ങളും എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുത്. അപ്പം ഞാനിതേ പുതിയ ചൂലിൻ്റെയും പുതിയ മോപ്പിൻ്റെയും ഉദ്ഘാടനം കഴിച്ചു കേട്ടോ. ഇനി അതൊക്കെ ഒന്ന് ഉപയോഗിച്ച് അവിടെയൊക്കെ പുതിയതായിട്ട് എനിക്ക് എന്തെങ്കിലും പുതിയൊരു സാധനം കിട്ടിയാൽ അത് ഞാൻ തന്നെ ഫസ്റ്റ് തന്നെ ഉദ്ഘാടനം ചെയ്യണം കേട്ടോ. അപ്പോൾ അതൊക്കെ തുടച്ച് വൃത്തിയാക്കി. പിന്നെ ഞാൻ അടിച്ചോരാൻ അതിൻ്റെ ഇടയ്ക്ക് പോയിട്ട് എവിടേക്കോ. അപ്പോൾ ഇനി അടിച്ചോരി ഇതൊക്കെ കഴിഞ്ഞ് നേരെ ചായയും കുടിച്ച് നല്ലൊരു കുളി പാസ്സാക്കണം കേട്ടോ. പിന്നെ അതുപോലെ ഇന്നത്തെ വീഡിയോ അത്രയേ ഉള്ളൂ. അപ്പോൾ എല്ലാവർക്കും ബായ്.